നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടെന്ന് വ്യക്തമാക്കുന്നതാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയെന്ന് നിയമമന്ത്രി പി രാജീവ്. കേസിലെ എല്ലാ പ്രതികൾക്കും 20 വർഷം ശിക്ഷ കിട്ടിയ കേസിൽ പ്രോസിക്യൂഷൻ പരാജയമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് ശിക്ഷ ലഭിച്ചുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കോടതി പറഞ്ഞത്. ആ നിലപാടിലേക്ക് കോടതി എത്തിയത് എന്തുകൊണ്ടാണെന്നത് വിധി പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വിധിന്യായത്തെ വിമർശിക്കാം, വിധി പറയുന്ന ന്യായാധിപന്മാരെ വിമർശിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ഈ വിധിയിലേക്ക് എത്തി എന്നത് വിധി പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിനനുസരിച്ചാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ കേസിൽ അതിജീവിത ആവശ്യപ്പെട്ടാണ് പ്രോസിക്യൂട്ടർമാരെ നിയോഗിച്ചത്. അവരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വിധിക്കെതിരെയാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പ്രതികരിച്ചത്. പെൺകുട്ടി അനുഭവിച്ച വേദനയ്ക്കനുസരിച്ച് ശിക്ഷയായില്ല, ഒന്നാം പ്രതിക്ക് പോലും പരമാവധി ശിക്ഷയില്ലാത്തത് നിരാശാജനകമെന്നാണ് കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം രൂക്ഷ വിമർശനമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നടത്തിയത്. പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം രൂപയാണോ വിലയെന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചു. ഇതെന്ത് രാജ്യമാണെന്ന് തോന്നിപ്പോകുന്നു. നിയമത്തിന് മുന്നിൽ ഇത് ചെയ്തവരെല്ലാവരും നിഷ്കളങ്കരും, അവൾ വലിയ കുറ്റക്കാരിയും എന്ന പോലെയായെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. കുട്ടികളോട് കുറുമ്പ് കാണിക്കരുതെന്ന് പറഞ്ഞ് ശാസിക്കുന്നത് പോലെയാണ് വിധി കേട്ടിട്ട് തോന്നുന്നതെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം വീട്ടിലിരുന്നോളൂ, കുറ്റക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കൂ എന്ന തെറ്റായ സന്ദേശമാണ് വിധി നൽകുന്നത്. ശിക്ഷാവിധിയിൽ പൂർണ്ണ നിരാശയെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. വിധി പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. കേസിലെ പ്രതികൾക്കെല്ലാം 20 വർഷത്തെ കഠിന തടവാണ് കോടതി വിധിച്ചത്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവും, കേസിലെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെല്ലാം ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന 20 കൊല്ലം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴ, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് 20 വർഷം കഠിന തടവ് 1 ലക്ഷം രൂപ പിഴ, മൂന്നാം പ്രതി മണികണ്ഠന് 20 വർഷം കഠിന തടവ് 75,000 രൂപ പിഴ, നാലാം പ്രതി വിജേഷ് VP 20 വർഷം കഠിന തടവ് 75,000 രൂപ പിഴ, അഞ്ചാം പ്രതി വടിവാൾ സലീമിന് 20 വർഷം കഠിന തടവ് 75,000 രൂപ പിഴ, ആറാം പ്രതി പ്രദീപിന് 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് കോടതിയിൽ വിധിച്ചിരിക്കുന്ന പിഴയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞുള്ള കാലയളവ് മാത്രം പ്രതികൾ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിലുണ്ട്. ഇതുപ്രകാരം ഒന്നാം പ്രതി പൾസർ സുനി ഇനി 12.5 കൊല്ലം മാത്രം ജയിലിൽ കിടന്നാൽ മതി. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി 15 വർഷം ശിക്ഷ അനുഭവിക്കണം. മൂന്നാം പ്രതി B മണികണ്ഠൻ 15.5 വർഷവും, നാലാം പ്രതി VP വിജീഷ് 15 വർഷവും, അഞ്ചാം പ്രതി H സലീം 18.5 വർഷവും, ആറാം പ്രതി പ്രദീപ് 17 വർഷം എന്നിങ്ങനെയാണ് മറ്റു പ്രതികൾ അനുഭവിക്കേണ്ട ശിക്ഷാ കാലയളവ്. ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത്. കുറ്റകൃത്യത്തിന്റെ ചരിത്രം, പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ലെന്നായിരുന്നു വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത്.